ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ബന്ധമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ഏത് രീതിയിലാണ് പോകുന്നത്, ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ ഏത് രീതിയിലാണ്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. അതുപോലെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, കുറച്ച് പേര് കമന്റ് ചെയ്യുന്നതായിട്ട് കണ്ടു ഇതൊന്നും പെട്ടെന്ന് നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നമ്മളിവിടെ റീഡിംഗ് എടുക്കുന്നത് ഓരോരുത്തരുടെ പേര്, ഡീറ്റെയിൽസ് ഒന്നും വെച്ചിട്ടല്ല. ഒരുപാട് പേരുടെ എനർജിയാണ് നമുക്ക് റീഡിംഗിലേക്ക് കണക്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് പേഴ്സണൽ റീഡിംഗ് തന്നെ എടുത്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കംപ്ലീറ്റ്ലി റെസനേറ്റ് ആവാന്ന് പറയുന്നത് അത്രയും ലക്കാണ് നിങ്ങളുടെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ലക്ക് ആയവർക്ക് റെസനേറ്റ് ആവും. റെസനേറ്റ് ആവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, അവരും കമന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് എല്ലാവരും മനസ്സിലേക്ക് ഓർക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊരു റീയൂണിയൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. പോസിബിലിറ്റീസ്, existence, creator, compromise, beyond illusion, slowing down, isolation, turning in, postponement, guilt, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. സ്ട്രെസ്, മൈൻഡ്, കറേജ്, ചേഞ്ച്, പേഷ്യൻസ്, comparison, clinging to the past, intensity. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇവരിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ഒറ്റ ഇമോഷൻസും ഇവർ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല. കാരണം ഇവരൊരു ഫ്രീസ് ആയി നിൽക്കുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇവരൊരു മരവിച്ച അവസ്ഥയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥകളാണ്. ഇവിടെ വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ ഫൈറ്റിംഗ് എനർജിയാണ്. എന്ന് വെച്ചാൽ വളരെ ഫൈറ്റിംഗ്, ഒരു വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കാം. പക്ഷെ ഇത്ര സുഖകരമായിട്ടല്ല റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഫൈറ്റ് ചെയ്ത് മതിയായി എന്നുള്ളൊരു മെന്റാലിറ്റി ഇവിടെ വന്നിരിക്കുന്നത്. അവസ്ഥ ഭയങ്കര മോശമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്.
ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്, ഒഴുക്കിനനുസരിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മെന്റാലിറ്റി ഒക്കെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മതിയായി, അല്ലെങ്കിൽ അവരെ ഒരു ഹാപ്പിനെസ് ആഗ്രഹിച്ചൊക്കെയാണ്, എന്തിന്റെ പേരിലാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത്, അവർക്ക് ആ ഒരു ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് ഒന്നും അവിടെ അങ്ങനെ നീണ്ടു നിന്നിട്ടില്ല. പോയിട്ട് ഇപ്പൊ കുറച്ച് നാളുകളായെങ്കിൽ പോലും അതങ്ങനെ ഒരു ലോങ് ടേം ആയിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു എനർജി ആയിരുന്നില്ല. ഇപ്പൊ അവിടെ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരൊരു ട്രാൻസ്ഫർമേഷനും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആകട്ടെ, പോകുന്നിടത്തോളം പോകാം എന്നൊരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു സിറ്റുവേഷനെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ ഒരു പാസ്റ്റ് ലീവ്സ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ആ ഒരു പാസ്റ്റിലേക്ക്, എന്ന് വെച്ചാൽ അവരുടെ പാസ്റ്റിലുള്ള വ്യക്തിയായിരുന്നു നിങ്ങളെ വിട്ടിട്ടായിരിക്കുമല്ലോ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഓർമ്മകൾ എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും അവരെ ഭയങ്കരമായിട്ട് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ഒരു ഓന്തിന്റെ നിറം മാറുന്നത് പോലെ അവർ നിറം മാറി നിങ്ങളിൽ നിന്ന് ഒരു ചീറ്റ് ചെയ്തിട്ടൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ അവരിപ്പോ ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സമാധാനം പോലും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ബ്രേക്ക് ത്രൂ ആണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനെ എല്ലാം പൊട്ടിച്ചെറിയണം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് മാറിപ്പോകണം എന്നൊരു ചിന്തകളൊക്കെ വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന ആദ്യമേ തന്നെ പോസിബിലിറ്റീസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരവിടെ ഒറ്റയടിക്ക് മാറിപ്പോവുക എന്ന രീതിയല്ല നമുക്ക് എനർജി കിട്ടുന്നത്. അവരുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒരു പോസിബിലിറ്റി ഉണ്ടോ ഇനിയെങ്കിലും മുന്നോട്ടേക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ അവിടെ വരുത്താൻ സാധിക്കുമോ, എന്തെങ്കിലും രീതിയിൽ ഈ റിലേഷൻഷിപ്പിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവരായിട്ടെങ്കിലും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ, കോംപ്രമൈസ് ആണ് വന്നിരിക്കുന്നത്, കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യാനൊക്കെ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ടേക്ക് പോകുമെന്നൊരു ചിന്തകളൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ സ്ലോയിങ് ഡൗൺ ആണ് വന്നിരിക്കുന്നത്. ഇവർ എത്രയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും കാര്യമായ ഗ്രോത്ത് ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്, ഫൈറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇവരെ ഭരിക്കുന്ന രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി ആയിരിക്കും ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ക്യാരക്ടറുകളിൽ, ഇവരുടെ രീതികൾക്ക് ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവരെക്കാൾ ഭയങ്കരമായിട്ടുള്ള ഒരു ബോസിങ് ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു രീതി ആയിരിക്കാം തേർഡ് പാർട്ടിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വലിയ കാര്യമായിട്ടുള്ള കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഇവർ ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരിപ്പോ മൊത്തത്തിൽ ഫ്രീസ് ആണ്. കാരണം ഇവർക്കൊരു കുറ്റബോധം ഇവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. വളരെയധികം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായൊരു എടുത്തുചാട്ടം, വാശി, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ആ ഒരു വാശിക്കും എടുത്തുചാട്ടത്തിനും ഒക്കെ കുറവ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ആവശ്യത്തിൽ കൂടുതൽ തേർഡ് പാർട്ടിയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അവർക്ക് മതിയായി എന്നുള്ള രീതിക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പേഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് ക്ഷമ, കാര്യങ്ങൾ എല്ലാം ഭയങ്കര കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുചാട്ടം ഒന്നും ഇപ്പൊ ഇല്ല. എല്ലാ കാര്യങ്ങളെയും കേട്ട് മനസ്സിലാക്കി ഇരുത്തി ചിന്തിച്ച് വളരെ സാവകാശമാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവരിവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയത്ത് സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം അവരുടെ അവസ്ഥ തന്നെ അവരെ ഈ ഒരു രീതിയിൽ എത്തിച്ചു എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒരു മാറ്റങ്ങൾ, ടേണിംഗ് ഇൻ ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ടേൺ ചെയ്ത് ഇത് പോകണം എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നവരാണ്. ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് പാസ്റ്റിലെ ഓർമ്മകളിലേക്ക് വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയത്ത് കയറുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു കെയറിങ്ങും സപ്പോർട്ടും സ്നേഹവും ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹവും തന്നെ ആയിരിക്കാം അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഓർമ്മകൾ വരാനുള്ള കാരണം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് കൂടുതലായിട്ട് പ്രയത്നിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ തീവ്രത, സ്നേഹത്തിന്റെ തീവ്രത അതെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിലേക്ക് എത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്ന് വരെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ
ഇവരായിട്ട് ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും പോസ്റ്റ്പോൺമെന്റിലാണ് വന്നിരിക്കുന്നത്. ഇവർ നീട്ടി നീട്ടി വെച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അത് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അവർ അങ്ങനെ ചെയ്തിരുന്നത്. എന്നാൽ ആ ഒരു സ്വാർത്ഥമായ താല്പര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ അവർ ചെയ്തത്? ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഭയങ്കരമായിട്ട് ഒരു കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. ഭയങ്കരമായ ഒരു സ്ട്രെസ്ഫുൾ മൊമെന്റിലാണ്. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ഒരു തേർഡ് പാർട്ടി പറയുന്ന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാവയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ അങ്ങനെ ഒരു ലിമിറ്റിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും സാധിക്കുന്നില്ല. കാരണം ഇവർക്ക് ഇവരുടേതായ ഒരു വ്യക്തിത്വവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ അവർക്ക് ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ഈഗോ ഒരു ലിമിറ്റിൽ കൂടുതൽ അവർക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവര് മൈൻഡ് ഒക്കെ മെന്റലി ഒക്കെ ഭയങ്കര ഡൗൺ ആണ്. ഒരുപാട് ഓവർ തിങ്കിങ്, നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ കുത്തി നിറച്ച് ആകപ്പാടെ ഈ ഒരു സിറ്റുവേഷനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്ങനെയെങ്കിലും ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ചേഞ്ച് ആയിട്ട് നല്ല രീതിക്ക് പോണെങ്കിൽ പോവട്ടെ എന്നുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ അവിടെ നോക്കിയത്, ആ ഒരു പോസിബിലിറ്റി കാര്യങ്ങളൊക്കെ. പക്ഷെ എത്രത്തോളം ഇവർ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ശൂന്യമായി പോവുകയാണ്. എന്ന് വെച്ചാൽ ഇവർ മാത്രമാണ് ശ്രമിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരുപാട് ഇവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്നിട്ടും കാര്യമായ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനിൽ കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോകുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ നിന്നൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ അവരിവിടെ നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയെയും വെച്ച് കമ്പയർ ചെയ്യാണ്. രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് മനസ്സിലേക്ക് ആ ഒരു തണുപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു കറേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവരായിട്ട് കൂടുതലായിട്ട് ഒന്നും ചെയ്യാതെ വളരെ മുരടിച്ച് നശിച്ചു പോയി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ പോലും ഇവരിപ്പോ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ അവരെല്ലാം നീട്ടി നീട്ടി കൊണ്ടുപോയി. എന്നാൽ ഇപ്പോഴെങ്കിലും ഒരു നിലപാടെടുത്ത് നിങ്ങളിലേക്ക് വരാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഇവരാൽ കഴിയുന്ന രീതിയിലുള്ള എഫേർട്സ് കാര്യങ്ങളൊക്കെ എടുക്കാനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വീണ്ടും അതിന്റെ ഒരു വളർച്ച കാണണം എന്നുള്ള ആഗ്രഹത്തിലും ചിന്തിക്കുകയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഐസൊലേഷൻ ആണ് വന്നിരിക്കുന്നത്. ഫ്രീസ് ആണ്. ആഗ്രഹങ്ങൾ മനസ്സിൽ ഈ രീതിക്കൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചെയ്തത് മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ അബദ്ധമായി പോയി എന്നുള്ള ചിന്തകൾ വരുന്നുണ്ട്. എന്നിട്ടും മാക്സിമം അവരോട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്തിട്ടും അവർക്ക് ഗുണമൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് വരുമ്പോഴാണ് നിങ്ങളുടെ ഓർമ്മകൾ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഓർമ്മകൾ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ടുള്ള കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അപ്പോഴേക്കും നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളോടൊന്ന് സ്നേഹത്തോടു കൂടി മിണ്ടിയാലോ നിങ്ങളോടൊന്ന് ചേർത്ത് നിർത്തിയാലോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറുമായിരിക്കും. ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നത് കൊണ്ടാണ് അവർ ആ ഒരു കമ്പാരിസൺ അവിടെ നടത്തുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു പാസ്റ്റിലേക്കുള്ള ഓർമ്മകൾ വന്നിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത തിരിച്ചറിയുന്നു. അതോടൊപ്പം അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളിൽ അവർക്ക് കുറ്റബോധവും തോന്നുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ അവർ ഭയങ്കരമായ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അവർക്ക് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് ഒന്നും അറിയില്ല. ഒന്ന് മാത്രം അവർക്ക് ഇവിടെ അറിയാം. അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് വേണം. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ചിന്തിക്കുന്നുണ്ട് അവർക്ക് അവരെ തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥകളിൽ നിങ്ങളുടെ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി നമുക്ക് ചെറുതായിട്ട് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവരാണെന്നുണ്ടെങ്കിലും അവരുടേതായ കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഇവര് ആദ്യ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് വ്യക്തികളും കാര്യങ്ങളായിട്ട് കൂടുതലായിട്ടൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവര് തമ്മിൽ ഒന്നിച്ച് പോകാനായിട്ട് അത്ര സുഖകരമായ സിറ്റുവേഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയാണ് കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിട്ട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു സ്ട്രഗിൾ ചെയ്യുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളല്ല കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സന്റെ എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ടല്ല നമുക്കിവിടെ കാണിക്കുന്നത്. ഇവരിവിടെ നിങ്ങളെ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്, ഇല്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വന്നു കഴിഞ്ഞു എന്നുള്ള രീതിക്കൊക്കെ അവർ ഇമാജിൻ ചെയ്യാണ് അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. കാരണം അവർ ഈ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിലാണ് അവർ അങ്ങനത്തെയൊക്കെ ചിന്തകൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും പുറത്ത് ആരെയും കാണിക്കാത്ത രീതിയിൽ മറ്റൊരു മുഖം അണിഞ്ഞാണ് ഇവർ നിൽക്കുകയും ചെയ്യുന്നത്. അത് ഇവരുടെ ആ ഒരു ജാള്യത തന്നെയായിരിക്കാം കാരണം. കാരണം നിങ്ങളുടെ relationship ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ ഇങ്ങനെയൊക്കെ മാറിപ്പോയ വ്യക്തികളാണെങ്കിൽ ഇത് മറ്റാർക്കെങ്കിലൊക്കെ അറിയാമെന്നുണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അപ്പൊ നിങ്ങളുടെ മുന്നിലും
എല്ലാ രീതിക്കും തോറ്റുപോയി എന്നുള്ളതൊക്കെ കാണിക്കാനായിട്ട് ഇവർക്ക് കുറേയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് മറ്റൊരു മുഖം അണിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ഒരു ഹാപ്പി ഫേസ് ആയിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ, ഇപ്പൊ നിങ്ങളുടെ മുന്നിലാണെങ്കിൽ പോലും കാണിക്കുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ള് കൊണ്ടിട്ട് ഇവര് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ ഇപ്പൊ ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഒരു രീതിയിലും അത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നവരായിട്ട് കാണിക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന മനസ്സോടുകൂടി നിൽക്കുന്നവരാണ്. എങ്കിലും ഇവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനെ ഒന്ന് മാറ്റിക്കൊണ്ടുവരാനായിട്ടും കോംപ്രമൈസ് ചെയ്യാനായിട്ടും മുന്നോട്ടേക്ക് നന്നായിട്ട് നയിക്കാനായിട്ടും. നിരന്തരമായിട്ട് അതിനകത്ത് ഫലം വിഫലമാവുന്നതിനെ തുടർന്നിട്ടാണ് ഇവര് mentally ഭയങ്കര down ആയിട്ട് change ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു transformation അവിടുന്ന് ചിന്തിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ person ന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർമ്മകൾ വരുമ്പോഴുള്ള feelings അല്ലെങ്കിൽ അവരുടെ ഒരു thoughts, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. അപ്പൊ എന്താണ് അവർ ഓർക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. Page of Cups, Knight of Pentacles, Nine of Cups, Judgment, Seven of Pentacles, Ace of Cups, Seven of Swords, the Moon energy, Emperor, Eight of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവര് നിങ്ങളിലേക്ക് ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ, ഇമോഷൻസ് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എഫേർട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവരുടേതായ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് മനസ്സുകൊണ്ട് ജഡ്ജ്മെന്റ് ആണ്, നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി നൽകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം അവർ ആഗ്രഹിക്കുകയാണ്, ചിന്തിക്കുകയാണ് നിങ്ങളോട് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷെ അവർ ഈ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നത്. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവരെ സ്നേഹിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവര് മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം സമയം വേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഹാപ്പിനെസ് തേടി പോയ വ്യക്തികളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് അതല്ല ഹാപ്പിനെസ് അല്ലെങ്കിൽ അതല്ല യഥാർത്ഥമായ സ്നേഹം എന്നുള്ള തിരിച്ചറിവുകൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ അവർ ആ ഒരു കൺട്രോൾ ചെയ്തിട്ട് പുറത്തേക്ക് പ്രകടിപ്പിക്കാതിരുന്ന അവരുടെ ആ ഒരു ഇമോഷൻസ് സ്നേഹത്തെ എല്ലാം ഇപ്പൊ അവരായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് അതുമായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള തീരുമാനം അല്ലെങ്കിൽ അതേ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇവരുടെ ഉള്ളില് വളരെയധികം ഒരു ഫിയർ, ഭയവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഒരു സൈഡിൽ അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുകയും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ മറു സൈഡിൽ ഭയങ്കരമായ ഒരു ഭയവും അവരെ അലട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകുമോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, ആ ഒരു പേടി അതെല്ലാം ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ എങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഇപ്പൊ നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടാണ് ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു ബ്ലോക്ക് ഒക്കെ മാറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അതും വളരെ ഫാസ്റ്റ് എനർജി ആണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോൺ ത്രൂ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി വന്നാലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് നടത്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകാൻ അവർക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി എന്തൊക്കെ രീതിയിലുള്ള തടസ്സമാണെന്നുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം ഫൈറ്റ് ചെയ്ത് എതിർത്ത് തോൽപ്പിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് അവർ വളരെ കാര്യമായിട്ട് തന്നെ ഇവിടെ പ്ലാനിങ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള കാരണമോ മറ്റോ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അതിനെ നേരിടാൻ തയ്യാറാണ്. കാരണം നിങ്ങളെ ചേർത്ത് നിർത്തണം എന്നൊരു മെന്റാലിറ്റിയിലാണ് അവർ നിൽക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ് ഉണ്ട്. അവർ നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇവരോട് ഉണ്ടായിരുന്ന ഒരു ജെനുവിനിറ്റി, സ്നേഹം അതൊരിക്കലും അങ്ങനെ മങ്ങി പോകില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തകളുണ്ട്. ഫിയർ വരുന്നതിനോടൊപ്പം തന്നെ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്.
നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഘടന വീണ്ടെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡ്രീമിങ് എനർജിയാണ് വന്നിരിക്കുന്നത്. രണ്ട് രീതിയിലും കാര്യമായിട്ട് അവരുടെ ആ ഒരു മാനിഫെസ്റ്റേഷനോട് വർക്ക് ആവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇല്യൂഷൻ ആണ്. അവർ ചിന്തിക്കുകയാണ്, അവർ ഇമാജിൻ ചെയ്യാണ്. അവർക്ക് ആ ഒരു ഹാപ്പിനെസ് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ ഇമാജിൻ ചെയ്ത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം. അവർ ഇതുവരെ നിങ്ങളിലേക്ക് തരാതിരുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതിരുന്ന ആ ഒരു സ്നേഹത്തെ, ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹത്തെ നിങ്ങളിലേക്ക് പ്രകടമായിട്ട് തന്നെ നൽകാനും, എത്രയൊക്കെ റിസ്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു ബന്ധത്തെ നിലനിർത്താനായിട്ട് എന്തും ചെയ്യാനും താൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളിലേക്ക് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. ഫുൾ എനർജി ആണ് വന്നിരിക്കുന്നത്. എല്ലാവിധ പ്രതീക്ഷയോടും കൂടി നിങ്ങളുടെ ബന്ധത്തില് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്കൊരു സപ്പോർട്ട്, ഒരു മെന്റൽ കെയറിങ് പോലും അവർ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്താനും, അതുപോലെ നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ, വളരെ സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളെ അവരുടെ എനർജിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാതിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു അവസ്ഥയിൽ അവർ തീർച്ചയായും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുകയും നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മുന്നോട്ടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ നേടണം എന്നുള്ള ആഗ്രഹത്തിലുമാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ക്യാപ്രിക്കോൺ, M എന്നൊരു ലെറ്റർ, 3 എന്നൊരു നമ്പർ, K എന്നൊരു ലെറ്റർ, കാസർഗോഡ്, ഉത്രം എന്നൊരു സ്റ്റാർ, ഓഗസ്റ്റ് മന്ത്, കൊല്ലം 30 ഡേയ്സ് വന്നിട്ടുണ്ട്, 30 ദിവസം, ട്രിവാൻഡ്രം, P എന്നൊരു ലെറ്റർ, സെപ്റ്റംബർ, മകയിരം, G എന്നൊരു ലെറ്റർ, പൈസസ്, ആയില്യം, കൊല്ലം, ഭരണി, ഡിസംബർ, 42, വിശാഖം, ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. 7 എന്നൊരു നമ്പർ, P എന്നൊരു ലെറ്റർ, M എന്നൊരു ലെറ്റർ, കാലിക്കറ്റ്, V എന്നൊരു ലെറ്റർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തൃക്കേട്ട എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.